സൗദി അറേബ്യയിൽ 2 പതിറ്റാണ്ടുകാലം നീണ്ട ജയിൽവാസത്തിനു ശേഷം കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം മോചിതനായി ജന്മനാട്ടിൽ തിരിച്ചെത്തി. സൗദി സമയം ബുധനാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വ്യാഴാഴ്ച രാവിലെ 7:35 അദ്ദേഹം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. റിയാദിലെ ജയിൽ അധികൃതർ തന്നെയാണ് റഹീമിനെ നേരിട്ട് എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. നിയമപരമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ഈ മടക്കയാത്ര. റഹീമിന്റെ നിയമ പോരാട്ടങ്ങളിൽ തുടക്കം മുതൽ ഒപ്പമുണ്ടായിരുന്ന പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരും കുടുംബവും ഈ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. റഹീമിന്റെ തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് കോടമ്പുഴയിലെ അദ്ദേഹത്തിന്റെ വയസ്സായ ഉമ്മ ഫാത്തിമയാണ്. കൺമുന്നിൽ നിന്ന് മറഞ്ഞുപോയ മകനെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് നേരിൽ കാണണമെന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ് കഴിഞ്ഞ 20 വർഷമായി ആ ഉമ്മയ്ക്കുണ്ടായിരുന്നത്. 2006 നവംബർ 28 തന്റെ 26-ാം വയസ്സിൽ ഒരു സാധാരണ ഹൗസ് ഡ്രൈവർ വിസയിൽ അബ്ദുൾ റഹീം റിയാദിൽ വിമാനമിറങ്ങുന്നത്. കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ മാറ്റാൻ ജീവിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് വണ്ടി കയറിയ ആ യുവാവിന്റെ ജീവിതത്തെ കാത്തിരുന്നത് തികച്ചും അപ്രതീക്ഷിതമായ വലിയൊരു ദുരന്തമായിരുന്നു. സൗദിയിലെത്തി കൃത്യം 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെടുകയായിരുന്നു. സൗദി സ്വദേശിയായ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹ്റിയുടെ ഭിന്നശേഷിക്കാരനായ 15 വയസ്സുള്ള മകൻ അനസ് അൽ ഫായിസിനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ പ്രധാന ജോലി. ചലനശേഷിയില്ലാത്ത ഈ കുട്ടിയെ കാറിൽ കൊണ്ടുപോകുന്നതിനിടയിലുണ്ടായ ഒരു നിർഭാഗ്യകരമായ കൈപ്പിഴയാണ് റഹീമിന്റെ ജീവിതം ഇരുട്ടിലാക്കിയത്. കാറിലെ യാത്രക്കിടയിൽ കുട്ടിക്ക് കൃത്രിമമായി ശ്വാസം നൽകുന്നതിനായി ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ ട്യൂബിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ തട്ടുകയും അത് അഴിഞ്ഞു പോവുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം ശ്വാസം മുട്ടി കുട്ടി മരണത്തിന് കീഴടങ്ങി. മനഃപൂർവ്വമല്ലാത്ത ഒരു അപകടമായിരുന്നു ഇതെന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു കൈപ്പിഴ മാത്രമാണെന്നും റഹീം കോടതിയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും സൗദി നിയമപ്രകാരം അത് കൊലപാതക കുറ്റമായി മാറുകയായിരുന്നു. തുടർന്ന് 2006 ഡിസംബർ 26 റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിയാദിലെ ജയിലിൽ അടച്ചു. പിന്നീട് നീണ്ട വിചാരണകൾക്കൊടുവിൽ 2012 സൗദി ക്രിമിനൽ കോടതി റഹീമിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ റഹീമിന്റെ മോചനം അസാധ്യമെന്നു കരുതിയ ഘട്ടത്തിലാണ് ഗൾഫിലെ മലയാളി കൂട്ടായ്മകളും നാട്ടിലെ ജനകീയ സമിതിയും ചേർന്ന് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് തൊട്ടു മുൻപ് മരണപ്പെട്ട സൗദി ബാലന്റെ കുടുംബം റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചു. എന്നാൽ അതിനായി അവർ ആവശ്യപ്പെട്ടത് 15 മില്യൺ സൗദി റിയാൽ, അതായത് ഇന്ത്യൻ രൂപ ഏതാണ്ട് 34.35 കോടി രൂപയായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിന് ചിന്തിക്കാൻ പോലും ആകാത്ത ഈ ഭീമമായ തുക സമാഹരിക്കാൻ ആഗോള മലയാളി സമൂഹം ഒന്നടങ്കം കൈകോർക്കുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി രൂപീകരിച്ച് ഒരു മൊബൈൽ ആപ്പ് വഴി ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികൾ ഒത്തുപിടിച്ചപ്പോൾ ദിവസങ്ങൾക്കകം 34 കോടിയിലധികം രൂപ സമാഹരിക്കപ്പെട്ടു. ദയാധനം സൗദി കുടുംബത്തിന് കൈമാറിയതോടെയാണ് 2024 ജൂലൈയിൽ റഹീമിന്റെ വധശിക്ഷ കോടതി ഔദ്യോഗികമായി റദ്ദാക്കിയത്. റഹീമിന്റെ മോചനം നീണ്ടുപോയപ്പോൾ കഴിഞ്ഞ വർഷം റഹീമിന്റെ ഉമ്മ ഫാത്തിമ റിയാദിലെ ജയിലിലെത്തി റഹീമിനെ കണ്ടിരുന്നു. ആ കണ്ണീർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഴുവൻ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് റഹീം ഇന്ന് സ്വന്തം മണ്ണിൽ ഉമ്മയുടെ അരികിലേക്ക് തിരിച്ചെത്തിയത്. സൗദി അറേബ്യയുടെ കാരുണ്യത്തിന്റെയും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന്റെയും സമാനതകളില്ലാത്ത ഒത്തൊരുമയുടെയും വിജയമായാണ് റഹീമിന്റെ ഈ മോചനം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്.